ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സിനിമ സ്റ്റേഷൻ ആൻഡ് ഇറ്റ്സ് മീ NK. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. കാരണം നമ്മുടെ ചാനൽ നല്ല രീതിക്ക് ഡൗൺ ആയിട്ടുണ്ട്. അതായത് ഒരു ടൈമിൽ 1000 വ്യൂസിന് മേലെ അത്യാവശ്യമൊക്കെ കയറിപ്പോയിരുന്ന നമ്മുടെ ചാനൽ ഇപ്പോൾ നല്ല രീതിക്ക് 10-20 വ്യൂസും പോലും ഇല്ലാത്ത രീതിക്ക് ഡൗൺ ആയിട്ടുണ്ട്. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ഞാൻ തന്നെയാണ്. അത് ഒട്ടും കൺസിസ്റ്റൻസി ഇല്ലാണ്ട് നമ്മൾ വീഡിയോ ഇട്ടതിൻ്റെ ഒരു പ്രശ്നമാണ്. അത് നമുക്കൊരു ജസ്റ്റ് 2 ആഴ്ച കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്താൽ ഈ ഒരു പ്രശ്നം മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. സോ അതുകൊണ്ട് ഈ ഒരു വീഡിയോ എത്ര പേര് കാണും, 10 പേര് പോലും കാണുമെന്ന് എനിക്കറിയില്ല. സോ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്കും ഷെയറൊക്കെ ചെയ്തേക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമ്മുടെ 2024 ലാസ്റ്റത്തെ ദിവസമാണ് ഇന്ന്, അതായത് ഡിസംബർ 31. നാളെ ന്യൂ ഇയർ ആണ്. സോ 2024 ഞാൻ കണ്ട ഏറ്റവും ബെസ്റ്റ് സോംബി പടം നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ വന്നത്. അപ്പോക്കലിപ്സ് സെഡ് ദ ബിഗിനിങ് ഓഫ് ദ എൻഡ്. ഇതാണ് പടത്തിൻ്റെ പേര്. പടം നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക സോംബി പടങ്ങൾ പോലെ തന്നെയുള്ള ഒരു യൂഷ്വൽ സോംബി സിനിമകളിലൊക്കെ ഉള്ള ഒരു ക്ലീഷ്യ സ്റ്റോറി ടെംപ്ലേറ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെ ആണെങ്കിലും നല്ല രീതിക്ക് എൻഗേജിങ് ആയിട്ട് തന്നെ നമ്മളെ പിടിച്ചെടുത്താൻ ഈ സിനിമയുടെ മേക്കിംഗ് കൊണ്ടും ആ ഒരു സ്റ്റോറി പറഞ്ഞു പോകുന്ന രീതി കൊണ്ടും അവർക്ക് സാധിക്കുന്നുണ്ട്. ഇനി പടത്തിലെ സ്റ്റോറിക്ക് ചെറുതായിട്ട് നോക്കുകയാണെങ്കിൽ സ്പെയിനിലെ സോളാർ പാനലുകളുടെ നിർമ്മാതാവും അഭിഭാഷകനുമായ മേനലാണ് നമ്മളുടെ കഥയിലെ ഹീറോ. ഒരു ക്രിസ്മസ് ദിവസത്തിനടുത്തായി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ജൂലിയയും തൻ്റെ സഹോദരി ബെല്ലനെയും അവളുടെ കുടുംബത്തെയും സന്ദർശിക്കുന്നു. തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവർ തമ്മിലൊരു ചർച്ചയും തുടർന്നൊരു വാഹനാപകടവും നടക്കുന്നു. ആ അപകടത്തിൽപ്പെട്ട് ജൂലിയ മരിക്കുന്നു. 1 വർഷത്തിന് ശേഷം മാനേൽ വിഷാദരോഗിയായി തൻ്റെ പൂച്ചയോടൊപ്പം ഗലീഷ്യയിൽ താമസിക്കുന്നു. ഇതിനിടയിലാണ് യൂറോപ്പിൽ TSJ എന്ന മാരകമായ വൈറസ് പൊട്ടിപ്പുറപ്പെടുന്നത്. എന്നാൽ മാനേൽ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇതേ സമയം മനേലിൻ്റെ സഹോദരിയും കുടുംബവും കാനറി ദ്വീപുകളിലേക്ക് മാറുന്നു. ശേഷം അവർ മനേലിനോട് അവരോടൊപ്പം ഉടനടി ചേരാൻ പറയുന്നു. എന്നാൽ ആളുകളെ ആക്രമാസക്തരാക്കുന്ന വൈറസിനെ ഉൾക്കൊള്ളാൻ സ്പാനിഷ് ഗവൺമെൻറ് അതിർത്തികൾ തടയുന്നു. എന്നാൽ മനേലിൻ്റെ കൈവശം കുറച്ച് സാധനങ്ങൾ മാത്രമേ ഭക്ഷണത്തിനായി അവശേഷിപ്പുണ്ടായിരുന്നുള്ളൂ. ശേഷം തൻ്റെ പൂച്ചയുമായി ഭക്ഷണം കണ്ടെത്തുകയും ഈ അപ്പോക്കലിപ്സ് വേൾഡിൽ നിന്ന് സർവൈവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കിഡിലൻ ത്രില്ലർ സിനിമ തന്നെയാണ് അപ്പോക്കലിപ്സ് സെഡ് ദ വേൾഡ് ബിഗിനിങ്. ഇത് ആക്ച്വലി ഈ ഒരു സിനിമയുടെ ഒരു ബുക്ക് ട്രിയോളജി ഇറങ്ങിയിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സിനിമക്ക് 3 പാർട്സ് വരാൻ സാധ്യതയുണ്ട്. ഇത് കൂടാതെ 2 പാർട്സും കൂടി. സെക്കൻഡ് പാർട്ട് ഓൾറെഡി ഉണ്ട്, അത് സിനിമയുടെ അവസാനം തന്നെ കാണിക്കുന്നുണ്ട്. സോ നിങ്ങൾക്കൊരു സോംബി പടത്തിൻ്റെ ഒരു ആരാധകനാണ് നിങ്ങളെങ്കിൽ 2024 ഇറങ്ങിയ ഏറ്റവും മികച്ചൊരു സോംബി പടം തന്നെയാണ് ഈ ഒരു പടം. സോ കാണാത്തവരുണ്ടെങ്കിൽ കാണാത്തവർ തന്നെ ആയിരിക്കും കൂടുതലും. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.